കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ത തത്തഗതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ഉത്തരകാണ്ഡം 8-ാം സർഗം ആദ്യത്തെ 3 ശ്ലോകേ ചെയ്തുള്ളൂ. അപ്പോൾ അതിൽ പറഞ്ഞത് ഭരതൻ യുധാജിത്തിൻ്റെ ക്ഷണം അനുസരിച്ചിട്ട് കേകയത്തിലേക്ക് പോയി, അമ്മയുടെ രാജ്യത്തിലേക്ക്, കൈകേയിയുടെ രാജ്യത്തിലേക്ക് പോയി അമ്മാമ്മൻ്റെ ക്ഷണം അനുസരിച്ചിട്ട്. അപ്പോൾ ശ്രീരാമൻ്റെ കൽപ്പന പ്രകാരം അവിടെ ചെന്ന് 3 കോടി ഗന്ധർവനായകന്മാരെ സംഹരിച്ചിട്ട് അവിടെ 2 പട്ടണങ്ങൾ സ്ഥാപിച്ചു, പുഷ്കരാവതിയും തക്ഷശിലയും. പുഷ്കരാവതിയിൽ ഭരതൻ്റെ മകനായിട്ടുള്ള പുഷ്കരനെ അഭിഷേകം ചെയ്തു. തക്ഷശിലയിൽ മകനായിട്ടുള്ള തക്ഷനെയും അഭിഷേകം ചെയ്തിട്ട് ഭരതൻ തിരിച്ചു വന്നു. എന്തിനാച്ചാൽ ശ്രീരാമനെ സേവിക്കുന്നതാണ് ഭരതൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തിരിച്ചു വന്ന് ശ്രീരാമസേവയിൽ തന്നെ വ്യാപൃതനായി എന്ന് നമ്മൾ പറഞ്ഞു. ഇനി 4, 5, 6 വായിക്കാം. തതപ്രീതോ രഘുശ്രേഷ്ഠോ ലക്ഷ്മണം പ്രാഹ സാദരം ഉഭൗ കുമാരൗ സൗമിത്രേ ഗൃഹീത്വാ പശ്ചിമാം ദിശം തത്ര ഭില്ലാൻ വിനിർജിത്യ ദൃഷ്ടാൻ സർവാപകാരിണ അംഗതശ്ചിത്രകേതുശ്ച മഹാബലപരാക്രമൗ ദ്വയോർദ്വേ നഗരേ കൃത്വാ ഗജാശ്വധനരത്നകേ അഭിഷിച്യ സുതൗ തത്ര ശീഘ്രം ആഗച്ഛ മാം പുനഃ. തതഃ പ്രീത രഘുശ്രേഷ്ഠ. അതിനുശേഷം സന്തോഷമായി. അങ്ങനെ ഭരതൻ വന്നു. സാദരം ലക്ഷ്മണം പ്രാഹ. ലക്ഷ്മണനോട് പറഞ്ഞു, സൗമിത്രേ, ഹേ ലക്ഷ്മണ, ഉഭൗ കുമാരൗ, നിന്റെ 2 കുമാരന്മാരെ ഗ്രഹിച്ചിട്ട് പശ്ചിമാന്തിശം, പടിഞ്ഞാറേ ദിക്കിലേക്ക് പോവൂ. തത്ര, അവിടെ, സർവാപകാരിണ ദുഷ്ടാൻ ഭില്ലാൻ, സർവർക്കും ഉപദ്രവം ചെയ്യുന്ന ദുഷ്ടന്മാരായിട്ടുള്ള ഭില്ലന്മാരെ വിനിർജിത്യ, ജയിച്ചിട്ട് അംഗത ചിത്രകേതുച്ച, ലക്ഷ്മണൻ്റെ മക്കളായിട്ടുള്ള അംഗദനും ചിത്രകേതുവും മഹാബലപരാക്രമവും നല്ല പരാക്രമശാലികളാകുന്നു. ദ്വയോഹോ, 2 പേർക്കും ഗജാശ്വധനരത്നേകെ, ധാരാളം ഗജങ്ങളും അശ്വങ്ങളും ധനവും രത്നവും ഇതൊക്കെ കൊടുത്ത് ഇവയോടുകൂടിയ 2 നഗരേ കൃത്വ, അവർക്ക് 2 നഗരങ്ങളെ പട്ടണങ്ങൾ അവിടെ ഉണ്ടാക്കണം. എവിടെ? പടിഞ്ഞാറ് ഭാഗത്ത്. അവിടെ കുറേ ആൾക്കാർ ഉപദ്രവിക്കുന്ന ദുഷ്ടന്മാരായിട്ടുള്ള രാജാക്കന്മാരുണ്ട്. അവരെ കൊന്നിട്ട്, ഭില്ലന്മാരെ. എന്നിട്ട് അവിടെ 2 പട്ടണം ഉണ്ടാക്കിയിട്ട് ലക്ഷ്മണൻ്റെ മക്കളായിട്ടുള്ള ചിത്രകേതുവിനെയും അംഗദനെയും അവിടെ രാജാവാക്കണം. തത്ര സുതൗ, അവിടെ സുതന്മാരെ അഭിഷേകം ചെയ്ത പുനഃ മാമാഗച്ഛ, പിന്നെ എൻ്റെ അടുത്തേക്ക് വന്നോളൂ, ഭരതൻ ചെയ്ത പോലെ. അപ്പോൾ ഭരതൻ വന്നു കഴിഞ്ഞിട്ട് ശ്രീരാമൻ ലക്ഷ്മണനോട് ആജ്ഞാപിച്ചു. എന്താ? ഹേ ലക്ഷ്മണ, അംഗദൻ ചിത്രകേതു എന്ന 2 പുത്രന്മാരോട് കൂടി ഈ പടിഞ്ഞാറ് ദിക്കിലേക്ക് പൊക്കോളൂ. അവിടെ സർവ്വജനങ്ങൾക്കും ഉപദ്രവം ചെയ്യുന്ന ദുഷ്ടന്മാരായിട്ടുള്ള ആ ദിക്കിലെ ഭില്ലന്മാരെയൊക്കെ ജയിച്ചതിന് ശേഷം ധാരാളം ആനയും കുതിരവും ചതുരംഗപ്പടയും ധാരാളം രത്നമൊക്കെ കൊടുത്തിട്ട് അവിടെ 2 നഗരങ്ങൾ നിർമ്മിച്ച് അംഗദനെയും ചിത്രകേതുവിനെയും അവിടെ അഭിഷേകം ചെയ്ത് പിന്നെ നീയും മടങ്ങി വന്നോളൂ. അതായത് മക്കളെയൊക്കെ ഒരു സ്ഥാനത്താക്കിയിട്ട് തിരിച്ചു വന്നോളാൻ പറയാണ്. തതപ്രീതൗ രഘുശ്രേഷ്ഠോ ലക്ഷ്മണം പ്രാഹ സാദരം ഉഭൗ കുമാരൗ സൗമിത്രേ ഗൃഹീത്വാ പശ്ചിമാം ദിശം തത്ര ഭില്ലാൻ വിനിർജിത്യ ദുഷ്ടാൻ സർവാപകാരിണ അംഗതശ്ചിത്രകേതുശ്ച മഹാബലപരാക്രമൗ ദ്വയോർദ്വേ നഗരേ കൃത്വാ ഗജാശ്വധനരത്നകേ അഭിഷിച്യ സുതൗ തത്ര ശീഘ്രം ആഗച്ഛ മാം പുനഃ. ഇനി 7. രാമസ്യാജ്ഞാം പുരസ്കൃത്യ ഗജാശ്വബലവാഹന ഗത്വാ ഹത്വാ രിപൂൻ സർവാൻ സ്ഥാപയിത്വാ കുമാരകൗ സൗമിത്രി പുനരാഗത്യ രാമസേവാപരോഭവത്. രാമസ്യ ആജ്ഞം പുരസ്കൃത്യ, രാമൻ്റെ ആജ്ഞയെ പുരസ്കരിച്ചിട്ട് ഗജാശ്വബലവാഹന സൗമിത്രി, ഗജങ്ങൾ, അശ്വങ്ങൾ, വാഹനങ്ങൾ എന്നിവയോട് കൂടിയിട്ട് ലക്ഷ്മണൻ
ഗത്വ അതൊക്കെ എടുത്തിട്ട് പോയിട്ട്, ഗത്വ വെച്ചാൽ പോയിട്ട്, അതോട് കൂടിയിട്ടേ അതൊക്കെ എടുത്തിട്ട് സർവാൻ രിപൂൻ ഹത്വ ആ ഭില്ലന്മാരെയൊക്കെ ജയിച്ച് കുമാരകൗ സ്നാപയിത്വ കുമാരന്മാരെ, അതായത് അംഗദനെയും ചിത്രകേതുവിനെയും അഭിഷേകം ചെയ്ത് പുനഃ ആഗത്യ മടങ്ങി വന്നിട്ട് രാമസേവാപരഹ രാമസേവയിൽ താൽപരനായി അഭവത് ഭവിച്ചു. അതായത് ഭരതൻ ചെയ്ത പോലെ തന്നെ ഈ പടിഞ്ഞാട്ട് പോയിട്ട് ഭില്ലന്മാരെ ജയിച്ച് അവിടെ 2 പട്ടണം ഉണ്ടാക്കി സ്വന്തം മക്കളായിട്ടുള്ള അംഗദനും ചിത്രകേതുവിനോട് അഭിഷേകം ചെയ്ത് ലക്ഷ്മണൻ തിരിച്ചു വന്നു. ഇനി 8 തതസ്തു കാലേ മഹതി പ്രയാതേ രാമം സദാ ധർമ്മപദേ സ്ഥിതം ഹരിം ദ്രഷ്ടും സമാഗാദൃഷി വേഷധാരി കാലസ്തതോ ലക്ഷ്മണമിത്യുവാച. തതഹത്തു അനന്തരം അതിനുശേഷം മഹതികാലേ പ്രയാതെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സദാ ധർമ്മപഥേ സ്ഥിതം ഹരിം രാമം എപ്പോഴും ധർമ്മമാർഗത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന മഹാവിഷ്ണു തന്നെ രാമരൂപം പൂണ്ട ആ രാമനെ ദർശിക്കാൻ ഋഷിവേഷധാരി കാലൻ വന്നു. അതായത് സമയം പൂവാറായി എന്ന് പറയാനൊക്കെയാണ്. കാലൻ ഒരു ഋഷിയുടെ വേഷത്തിൽ വന്നു. അവിടെ സമാഗമിച്ചു. ഋഷിയുടെ വേഷം കെട്ടി കാലൻ വന്നു രാമനെ കാണാനായിട്ട്. അനന്തരം ലക്ഷ്മണനോട് ഇതി ഉവാച ഇപ്രകാരം പറഞ്ഞു. അതായത് കുറേ കാലം അങ്ങനെ കഴിഞ്ഞു. ഇവരൊക്കെ അവിടെ അങ്ങനെ കുട്ടികളൊക്കെ എല്ലാ ദിക്കും എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇവരിങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ധർമ്മമാർഗത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാതെ രാജ്യപരിപാലനം ചെയ്യുന്ന മഹാവിഷ്ണു തന്നെയായ രാമനെ കാണാൻ ഋഷിവേഷം ധരിച്ചിട്ട് കാലൻ വന്നിട്ട് ലക്ഷ്മണനോട് ഇപ്രകാരം പറഞ്ഞു എന്നാണ് പറഞ്ഞത്. കാലൻ വന്നു ശ്രീരാമനെ കാണാൻ, എന്നിട്ട് ലക്ഷ്മണനോട് പറഞ്ഞു. തതസ്തു കാലേ മഹതീ പ്രയാതേ രാമം സദാ ധർമ്മപഥേ സ്ഥിതം ഹരിം ദ്രഷ്ടും സമാഗാദൃഷിവേഷധാരി കാലസ്തതോ ലക്ഷ്മണമിത്യുവാച. 9 നിവേദയസ്വാദിബലസ്യ ദൂതം മാം ദ്രഷ്ടുകാമം പുരുഷോത്തമായ രാമായ വിജ്ഞാപനമസ്തി തസ്യ മഹർഷിമുഖ്യസ്യ ചിരായ ധീമൻ. പുരുഷോത്തമനായ രാമനെ ദൃഷ്ടുകാമം കാണാൻ ആഗ്രഹിക്കുന്ന അതിബലസ്യ മഹർഷി മുഖ്യസ്യ ദൂതം മാം, ഒരു മഹർഷിയുടെ വേഷത്തിലാവെന്നാ പറഞ്ഞുല്ലോ. അപ്പം ലക്ഷ്മണനോട് ഈ കാലൻ പറഞ്ഞു, രാമനെ കാണാൻ ആഗ്രഹിച്ചിട്ട് ഒരു മഹർഷിയുടെ ദൂതനായിട്ടുള്ള എന്നെ, മഹർഷി തന്നെയാണ്, മഹർഷിയുടെ ദൂതനാണ്, നിവേദിപ്പിച്ചാലും ധീമൻ, അതായത് ഞാൻ വന്നിട്ടുണ്ടെന്ന് അറിയിക്കാൻ, ഒരു മഹർഷിയുടെ ദൂതനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് രാമനെ കാണാനെന്ന് അറിയിക്കാൻ ലക്ഷ്മണനോട് പറഞ്ഞു. ധീമൻ, ഹേ ബുദ്ധിശാലിൻ, തസ്യ അവന് രാമായ ചിരായ വിജ്ഞാപനം അസ്തി, രാമനോടൊരു പ്രത്യേക കാര്യം അറിയിക്കാനുണ്ട്. അപ്പം എന്താണ് ലക്ഷ്മണനോട് പറഞ്ഞ കാലൻ? ഹേ ധീമൻ ബുദ്ധിയുള്ളവനെ, ഞാൻ അതിബലൻ എന്ന് പറഞ്ഞിട്ടൊരു മഹർഷിയുടെ ദൂതനാണ്. ഒന്നല്ല കേട്ടോ, കാലനാണത്. ഒരു മഹർഷി വേഷത്തിൽ വന്നിറക്കുക. എന്താ പറഞ്ഞത്? ഹേ ലക്ഷ്മണ, ഞാൻ അതിബലൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹാത്മാവിൻ്റെ, ഒരു മഹർഷി ശ്രേഷ്ഠൻ്റെ ദൂതനാണ്. ആ മഹർഷിക്ക് ഒരു കാര്യം ശ്രീരാമനോട് പറഞ്ഞ് ധരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ രാമനെ കാണാൻ ആഗ്രഹിച്ചു വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഈ മഹർഷി ശ്രേഷ്ഠൻ്റെ, അതിബലൻ എന്നുള്ള മഹർഷി ശ്രേഷ്ഠൻ്റെ ഒരു ദൂതൻ രാമനോടൊരു കാര്യം, ഒരു മെസ്സേജ് രാമനെ അറിയിക്കാൻ വേണ്ടി വന്നിറക്കുകയാണെന്ന് ഒന്ന് രാമനെ അറിയിച്ചാലും എന്ന് പറഞ്ഞു. നിവേദയ എന്ന് പറഞ്ഞല്ലോ, പറഞ്ഞാലും രാമനോടൊന്നത് പോയി പറയണം, രാമനെ കാണാൻ ഇങ്ങനെ ഒരു ദൂതൻ, ആ ദൂതൻ പിന്നെ അതിബലൻ എന്ന മഹർഷിയുടെ ഒരു ദൂതൻ വന്നിട്ടുണ്ട്, ഒരു കാര്യം പറഞ്ഞറിയിക്കാനാണ് എന്ന് പറഞ്ഞു. ദൂതനാണെങ്കിൽ മെസ്സേജ് ഉണ്ടാവില്ല, എപ്പോഴും ഒരു സന്ദേശം രാമനെ അറിയിക്കാനാണെന്ന് പറഞ്ഞു. നിവേദയസ്വാദിബലസ്യ ദൂതം മാം കാമം പുരുഷോത്തമായ രാമായ വിജ്ഞാപനമസ്തി തസ്യ മഹർഷി മുഖ്യസ്യ ചിരായ ധീമൻ. 10 തസ്യ തദ്വചനം ശ്രുത്വാ സൗമിത്രിസ്ത്വരയാന്വിതഃ ആചക്ഷേഥ രാമായ സ സംപ്രാപ്തം തപോധനം. തസ്യ തദ്വചനം ശ്രുത്വ, ആ
മഹർഷിദൂതൻ്റെ വാക്കുകളെ കേട്ടിട്ട് ത്വരയാ അന്വിതഃ സ സൗമിത്രി, വെറുതെ ബന്ധപ്പെട്ടിട്ട് ലക്ഷ്മണൻ വേഗം ലക്ഷ്മണൻ സംപ്രാപ്തം തപോധനം, ഈ ഇങ്ങനൊരു മഹർഷി താപസൻ ശ്രേഷ്ഠൻ വന്നിട്ടുണ്ടെന്ന് രാമായ ആചചക്ഷേ, രാമനോട് പോയി പറഞ്ഞു. അപ്പം ഇങ്ങനെ ഈ കാലൻ മഹർഷി രൂപത്തിൽ വന്ന കാലൻ ഇത് പറഞ്ഞപ്പോൾ അത് കേട്ട് ലക്ഷ്മണൻ വേഗം അകത്ത് പോയി ഇങ്ങനൊരു താപസൻ അങ്ങേ കാണാൻ വന്നിട്ടുണ്ടെന്ന് രാമനോട് പറഞ്ഞു. തസ്യ തദ്വചനം ശ്രുത്വാ സൗമിത്രിസ്ത്വരയാ അന്വിതഃ ആചചക്ഷേഥ രാമായ സസംപ്രാപ്തം തപോധനം. 11. ഏവം ബ്രുവന്തം പ്രോവാച ലക്ഷ്മണം രാഘവോ വചഃ ശീഘ്രം പ്രവേശ്യതാം താത മുനി സൽക്കാരപൂർവകം. ഏവം ബ്രുവന്തം ലക്ഷ്മണൻ, ഇങ്ങനെ പറയുന്ന ലക്ഷ്മണനോട് രാഘവ വച പ്രോവാച. അപ്പം രാഘവൻ എന്താ പറഞ്ഞ? താത, ഹേ വത്സ, ശീഘ്രം വേഗം, സൽക്കാരപൂർവം അദ്ദേഹത്തിനെ വേണ്ട പോലെ സൽക്കരിച്ചിട്ട് മുനിഹി പ്രവേശിത, മുനി അകത്തേക്ക് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനെ വേണ്ട പോലെ ആദരിച്ച് സൽക്കരിച്ച് കൂട്ടിക്കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞു. അതാണ് ലക്ഷ്മണനോട് പറഞ്ഞു. വേഗം, അങ്ങനെയാണല്ലോ, ആരെങ്കിലും വന്നാൽ ഒരു മഹർഷിവര്യനൊക്കെ ആണെങ്കിൽ സൽക്കാരം ചെയ്ത് കൂട്ടിക്കൊണ്ടു പറഞ്ഞു. ഏവം ബ്രുവന്തം പ്രോവാച ലക്ഷ്മണം രാഘവോ വചഃ ശീഘ്രം പ്രവേശ്യതാം താത മുനി സൽക്കാരപൂർവകം. 12. ലക്ഷ്മണസ്തു തഥേത്യുക്ത്വാ പ്രാവേശയത താപസം സ്വതേജസാ ജ്വലന്തം തം കൃതസിക്തം യഥാനലം. ലക്ഷ്മണ തു, ലക്ഷ്മണനാകട്ടെ, തഥാ ഇതി ഉക്ത്വ, ശരി അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഘൃതസിക്തം അനലം യഥ, നെയ്യൊഴിച്ച് കത്തുന്ന അഗ്നി പോലെ സ്വതേജസ്വാ ജ്വലന്തം തം താപസം, നെയ്യൊഴിച്ചാൽ കത്തുന്ന അഗ്നി പോലെ സ്വന്തം തേജസ് കൊണ്ട് ഉജ്ജ്വലിക്കുന്ന ജ്വലന്തം ആ താപസനെ പ്രവേശിപ്പിച്ചു. അപ്പം രാമൻ ശരി കൊടന്നോളൂ പറഞ്ഞപ്പോൾ ശരി അങ്ങനെ ആവാമെന്ന് പറഞ്ഞ് രാമൻ പറഞ്ഞതിന് അനുസരിച്ച് ലക്ഷ്മണൻ നെയ്യൊഴിച്ചത് കൊണ്ട് കത്തിക്കാളുന്ന അഗ്നി എന്ന പോലെ സ്വന്തം തപപ്രഭാവം കൊണ്ട് ഉജ്ജ്വലിക്കുന്ന ആ താപസനെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു. ലക്ഷ്മണസ്തു തഥേത്യുക്ത്വാ പ്രാവേശയത താപസം സ്വതേജസാ ജ്വലന്തം തം ഘൃതസിക്തം യഥാനഖം. ഘൃതം ച നെയ്യാണ്, നെയ്യൊഴിച്ച് തീ പോലെ ആളിക്കത്തൂലോ, ആളിക്കത്തുന്ന തീ പോലെ തപശക്തി കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്ന എന്നാണ് പറയുന്നത്. ഈ 13. സോഭിഗമ്യ രഘുശ്രേഷ്ഠം ദീപ്യമാന സ്വതേജസാ മുനിർമധുരവാക്യേന വർദ്ധസ്വേത്യാഹ രാഘവം. സ്വതേജസ, സ്വന്തം തേജസ് കൊണ്ട് ദീപ്യമാന പ്രകാശിക്കുന്ന സഹ മുനി, ആ മുനി രഘുശ്രേഷ്ഠം അഭിഗമ്യ, രഘുത്തമനെ അടുത്തേക്ക് വന്നിട്ട് മധുരവാക്യേന, നല്ല മധുരമായ വാക്കുകളെ കൊണ്ട് വർദ്ധസ്വ ഇതി, വർദ്ധിച്ചാലും എന്ന് രാഘവം പ്രാഹ, രാഘവനോട് പറഞ്ഞു. അതായത് സ്വന്തം ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന തേജസ് കൊണ്ടിങ്ങനെ ശരിക്കും ശോഭിക്കുന്ന ആ മുനി രാമചന്ദ്ര ഭഗവാന്റെ അടുത്ത് ചെന്ന് വളരെ നല്ല മധുരമായ വാക്കോടെ വർദ്ധിച്ചാലും എന്ന് രാമനോട് പറഞ്ഞു. അതായത് ജയിക്കട്ടെ എന്നൊക്കെ പറയണ പോലെ, ബി വിക്ടോറിയസ്, ജയ് രാമ എന്നൊക്കെ പറയണ പോലെ. സോഭിഗമ്യ രഘുശ്രേഷ്ഠം ദീപ്യമാന സ്വതേജസാ മുനിർമധുരവാക്യേന വർദ്ധസ്വേത്യാഹ രാഘവം. തസ്മൈ സമുനയേ രാമ പൂജാം കൃത്വാ യഥാവിധി പൃഷ്ട്വാ നാമയമവ്യഗ്രോ രാമ പൃഷ്ടോധ തേന സഹ രാമ. ആ രാമൻ തസ്മൈ മുനയെ, ആ മുനിയെ യഥാവിധി പൂജാം കൃത്വ, വേണ്ട പ്രകാരം പൂജ ചെയ്തിട്ട്, അതായത് സൽക്കാരാദി പൂജയൊക്കെ ചെയ്തിട്ട്, അനാമയം പൃഷ്ട്വ, സൗഖ്യല്ലേ എന്ന് കുശലൊക്കെ ചോദിച്ച്, അതാണ് അനാമയം പൃഷ്ട്വ, സുഖല്ലേ, ദണ്ണങ്ങളൊന്നുമില്ല, അതായത് നമ്മൾ കുശലം ചോദിച്ചിട്ട് അഥ തേന, അതിനുശേഷം അവ്യഗ്രഹ രാമ, സ്വസ്ഥനായിട്ടുള്ള രാമൻ പൃച്ഛിക്കപ്പെട്ടു, ചോദിക്കപ്പെട്ടു എന്ന് വെച്ചാൽ രാമനോട് മുനി ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാമൻ തൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ആ മുനിയെ യഥാവിധി, അതായത് അദ്ദേഹം അർഹിക്കുന്ന പൂജയൊക്കെ ചെയ്ത് സുഖല്ലേ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം ആ മുനിയും വളരെ ശാന്തനായിട്ടിരിക്കുന്ന രാമനോട് ഇങ്ങടും കുശലം ചോദിച്ചു. തസ്മൈ സമുനയേ രാമ പൂജാം കൃത്വാ യഥാവിധി പൃഷ്ട്വാ നാമയമവ്യഗ്രോ രാമ പൃഷ്ടോധ തേന സഹ. 15.
ദിവ്യാസനേ സമാസീനോ രാമ പ്രോവാച താപസം യദർത്ഥമാഗതോസി ത്വമിഹ തൽ പ്രാപയസ്വമേ. ദിവ്യാസനേ സമാസീന രാമ, ദിവ്യാസനത്തിലിരിക്കുന്ന രാമൻ താപസം പ്രോവാച, താപസനോട് പറഞ്ഞു, യദർത്ഥം ത്വം ആഗതഃ അസി, എന്തിനാണ് അങ്ങ് ആഗതനായിരിക്കുന്നത്, തദ് മേ പ്രാപയസ്വ, അതിന് എനിക്ക് എന്നോട് പറഞ്ഞാലും നേർത്തുള്ളൂ, എന്നെ അറിയിച്ചാലും നേർത്തുള്ളൂ. അപ്പോൾ ഈ ദിവ്യസിംഹാസനത്തിലിരിക്കുന്ന രാമൻ ഈ മുനിയോട് പറഞ്ഞു, അങ്ങ് എന്തിനാണ് ഇവിടെ വന്നത്, എന്നോട് എന്ത് പറയാനാണ് ഇവിടെ വന്നിട്ടുള്ളത് വെച്ചാൽ ആ കാര്യം എന്നോട് പറഞ്ഞാലും നേർത്തുള്ളൂ, അതിന് എന്നെ പ്രാപിച്ചാലും എന്ന് വെച്ചാൽ എന്നോട് ആ വന്ന കാര്യം എന്താണെന്ന് പറഞ്ഞോളൂ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ 15 വായിച്ചിട്ട് നമുക്ക് 16 പേജ്. ദിവ്യാസനേ സമാസീനോ രാമപ്രോവാച താപസം യദർത്ഥമാഗതോസ്വിത്വമിഹ തൽ പ്രാപയസ്വമേ. 16 വാക്യേന ചോദിതസ്തേന രാമേണാഹ മുനിർവചഃ ദ്വന്ദ്വമേവ പ്രയോക്തവ്യമനാലക്ഷ്യം തു തദ്വചഃ. രാമേണ തേന വാക്യേന ചോദിത മുനി രാമേണ തേന വാക്യേന ചോദിതഃ മുനി, രാമനാൽ ഇങ്ങനെ ചോദിക്കപ്പെട്ട ഈ മുനി, എന്താ വെച്ചാൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞ മുനി, പറയപ്പെട്ട മുനി, വചഃ ആഹ, മുനി പറഞ്ഞു, ദ്വന്ദ്വം ഏവ പ്രയോക്തവ്യം, എനിക്ക് രഹസ്യമായിട്ട് പറയേണ്ടതാണത്. ദ്വന്ദ്വം ഏവ, രണ്ടാമതൊരു ചെവി കേൾക്കരുത്, അങ്ങനെ പറയാനുള്ളതാണ്. തദ് വചഃ തു അനാലക്ഷ്യം, ആ പറയുന്നത് ഒരാളും കാണാനും പാടില്ല, കേൾക്കാനും പാടില്ല. അതായത് രാമൻ ഇങ്ങനെ എന്താ വെച്ചാൽ അങ്ങ് പറഞ്ഞോളൂ, പറയാനുള്ളത് എന്ത് പറയാനാണോ വന്നാച്ചാൽ അത് എന്നോട് പറഞ്ഞാലെന്ന് പറഞ്ഞപ്പോൾ മുനി പറഞ്ഞു, നമ്മൾ 2 പേര് മാത്രമേ ഇവിടെ ഉണ്ടാവാൻ പാടുള്ളൂ. ഈ ദ്വന്ദ്വം എന്ന് പറഞ്ഞില്ലേ, ഈ 2 ആൾ, ആ പറയുന്നതിനെ മൂന്നാമതൊരാൾ കാണാനും കേൾക്കാനും പാടില്ല എന്ന് പറഞ്ഞു. അത്ര രഹസ്യമാണെന്ന്. വാക്യേന ചോദിതസ്തേന രാമേണാഹ മുനിർവച ദ്വന്ദ്വമേവ പ്രയോക്തവ്യമനാലക്ഷ്യം തു തദ്വചഃ. 18 നാന്യേന ചൈതച്ഛോതവ്യം നാഖ്യാതവ്യം ച കസ്യചിത് ശൃണുയാദ്വാ നിരീക്ഷേദ്വാ യഃ സവധ്യസ്ത്വയാ പ്രഭോः. ഇത് അന്യനാൽ ന ശ്രോതവ്യ, കേൾക്കാനും പാടില്ല. കസ്യചിത് ന ആഖ്യാതവ്യം, ആരോടും പറയാനും പാടില്ല. ഞാനീ പറയണത് നമ്മൾ 2 ആൾ മാത്രമേ ഇവിടെ ഉണ്ടാവാൻ പാടുള്ളൂ, മൂന്നാമതൊരാൾ പാടില്ല, ആരും കേൾക്കരുത്, ആരോടും പറയരുത്. ശൃണുയാത് വാ നിരീക്ഷേത് വാ, ആരാണത് കേൾക്കേ, നമ്മൾ തമ്മിൽ വർത്തമാനം പറയണത് കാണുകയോ ചെയ്യുന്നത്, സ അവൻ പ്രഭോ ത്വയാ വധ്യഃ, ഹേ പ്രഭോ അങ്ങ് ആ ആള് അങ്ങയാൽ വധിക്കപ്പെടുവാൻ യോഗ്യനാണ്. എൻ്റെ കണ്ടീഷൻ ഇതാണ്, ആരും ഇവിടെ വരാൻ പാടില്ല, മൂന്നാമതൊരാൾ, നമ്മൾ 2 ആൾ മാത്രം. ഞാനീ പറയുന്നത് ആരും കേൾക്കാൻ പാടില്ല, വേറൊരാളോട് പറയാൻ പാടില്ല. ആരെങ്കിലും നമ്മൾ 2 ആളും കൂടി വർത്തമാനം പറയണത് കാണേ കേൾക്കേ ചെയ്താൽ ആ ആള് അങ്ങയാൽ വധ്യനാണ്, അങ്ങയാൽ വധിക്കപ്പെടണം. അതാണ് എൻ്റെ കണ്ടീഷൻ, അതാണ് കാലൻ പറഞ്ഞത്. നാന്യേന ചൈതച്ഛോതവ്യം നാഖ്യാതവ്യം ച കസ്യചിത് ശൃണുയാദ്വാ നിരീക്ഷേദ്വാ യഃ സവധ്യസ്ത്വയാ പ്രഭോ. വധ്യസ്ഥനം, അതായത് വധിക്കപ്പെടാൻ അർഹനാണെന്ന്. അങ്ങ് ചുരുക്കം എന്താ പറയുക വെച്ചാൽ, നമ്മൾ സംസാരിക്കുന്നത് അന്യൻ കേൾക്കാൻ പാടില്ല, അന്യനോട് പറയാനും പാടില്ല. നമ്മൾ പറയുന്നത് ഏതൊരാളാണ് കാണേ ചെയ്യാൻ ഇടയായത്, ആ ആളെ അങ്ങ് വധിക്കണം എന്നാണ് പറഞ്ഞത്. വലിയൊരു കണ്ടീഷനല്ലേ. ഇനി 19, 20, 21 ഒന്നിച്ച് അതെന്തായാലും ചെയ്യാം. തഥേതി ച പ്രതിജ്ഞായ രാമോ ലക്ഷ്മണമബ്രവീത് തിഷ്ഠത്വം ദ്വാരി സൗമിത്രേ നായാത്വത്ര ജനോ രഹഃ യദ്യാഗച്ഛതി കോ വാപി സവധ്യോ മേ ന സംശയ തതപ്രാഹ മുനിം രാമോ യേന വാത്വം വിസർജിതഃ യത്തേ മനീഷിതം വാക്യം തദ്വദസ്വ മമാഗ്രതഃ തതപ്രാഹ മുനിർവാക്യം
ശൃണു രാമ യഥാ തഥം. എന്താണ്? തഥ ഇതി പ്രതിജ്ഞായ. ശരി, അപ്രകാരമാവാമെന്ന് രാമൻ പ്രതിജ്ഞ ചെയ്തു. ഒരു മുനിയല്ലേ പറയണേ. രാമ ലക്ഷ്മണം അബ്രവീത്. എന്നിട്ട് രാമൻ ലക്ഷ്മണനെ വിളിച്ചിട്ട് പറഞ്ഞു, സൗമിത്രേ, ഹേ ലക്ഷ്മണ, ത്വം ദ്വാരി തിഷ്ഠ. നീ ആ വാതിൽക്കൽ തന്നെ നിൽക്കൂ, അല്ലെങ്കിൽ ആരെങ്കിലും വന്നാലോ ആ വാതിലിൻ്റെ ഇങ്ങോട്ട് കടക്കാൻ, ആരെയും കടക്കാൻ സമ്മതിക്കാത്ത വിധത്തിൽ ആ വാതിൽക്കൽ കാവൽ നിൽക്കാൻ പറഞ്ഞു. തത്ര രഹ, ഈ രഹസ്യസ്ഥാനത്തിൽ ജനഹ ന ആയാതു, ആരും ഒരാളും വരരുത്, ഒരു ജനങ്ങളും. കോവ അഭി ആഗച്ഛതി യതി, ആരാനും വരാൻ വന്നു എന്നെ കാണുന്ന പറയുകയാണെങ്കിൽ, അഥവാ അങ്ങനെ ഒരാൾ ഇതിൻ്റെ അകത്ത് കയറിച്ചോട്ടെ, ആരെങ്കിലും വരി പറ്റിച്ചാൽ എന്താ ഉണ്ടാവുക? സമയവധ്യക എന്ന സംശയ, അവന് എന്നാൽ വധിക്കപ്പെടുവാൻ യോഗ്യനാവും. നീ വാതിലിൻ്റെ അവിടെ നിൽക്കൂ, ആരും ഇങ്ങോട്ട് വരാൻ പാടില്ല. ആരെങ്കിലും അങ്ങനെ വന്നു പോയാൽ അയാളെ എന്നാൽ വധിക്കപ്പെടും, സംശയമില്ല. തതഹ രാമ മുനിം പ്രാഹ. എന്നിട്ട് പിന്നെ രാമൻ മുനിയോട് പറഞ്ഞു, തും ഏനവാ വിസർജിത, ആരാണ് അങ്ങേ അയച്ചത്? തേ മനീഷിതം വാക്യം യദ്, അങ്ങ് എന്താണ് എന്നോട് പറയാൻ ആഗ്രഹിക്കണത്? ആരാണ് അങ്ങേ ഇങ്ങോട്ട് അയച്ചത് ഒരു ദൂതനായിട്ട്? തദ് മമ അഗ്രത വധസ്വ, എന്നോടത് പറഞ്ഞാലും. രാമ, അല്ലയോ രാമ, യഥാത്വം ശൃണു, ദാ കേട്ടോളൂ രാമ എന്ന് തഥാ മുനിവാക്യം പ്രാഹ, മുനിയും പറഞ്ഞു. അപ്പോൾ എന്താണപ്പോൾ ഈ ഒരു 4 ശ്ലോകത്തെ പറഞ്ഞാൽ, ശരി, ശ്രീരാമനോട് പറഞ്ഞു ആരും കേൾക്കരുത്, ആരും കാണരുത്, ആരെങ്കിലും ഒരാളെ കാണാനോ കേൾക്കാനോ ഇടയായി ഇച്ഛാൽ അയാൾ അങ്ങയാൽ വധിക്കപ്പെടണം എന്നും പറഞ്ഞുവല്ലോ. അങ്ങനെ ആവാമെന്ന് ശപഥം ചെയ്ത ശേഷം രാവണൻ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, നീ ഈ ഗോപുരദ്വാരത്തിൽ നിൽക്കൂ, ഇവിടെ ആരും അകത്തേക്ക് വരാൻ പാടില്ല. ആരെങ്കിലും വരുന്ന പക്ഷം എനിക്ക് അവനെ വധിക്കേണ്ടി വരും, സംശയമില്ല. അതാണ് കണ്ടീഷനെ. അതിനുശേഷം അങ്ങനെ ലക്ഷ്മണൻ ശരി പറഞ്ഞു. ലക്ഷ്മണനെ അങ്ങനെ ഏൽപ്പിച്ചതിന് ശേഷം ആരും വരാണ്ട് നോക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് രാമൻ ഈ വന്ന മുനിയോട്, ദൂതനോട് പറഞ്ഞു, അങ്ങേ ആരാണ് എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത്? അങ്ങക്ക് എന്താണ് സന്ദേശം എനിക്ക് തരാനുള്ളത്? അതെന്നോട് പറഞ്ഞാലും എന്ന് പറഞ്ഞു. അപ്പം മുനി പറഞ്ഞു, ഹേ രാമ, ദാ സത്യമായത് ദാ കേട്ടാലും എന്ന് പറഞ്ഞു. ഞാൻ സത്യം പറയാം, അത് കേട്ടാലും എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഈ വേണമെങ്കിൽ ഒന്നുകൂടി ചെയ്യാം. തഥേതി ച പ്രതിജ്ഞായ രാമോ ലക്ഷ്മണമബ്രവീത് തിഷ്ഠ ത്വം ദ്വാരി സൗമിത്രേ നായാത്വത്ര ജനോരഹ. ദ്വാരി ച ദ്വാരത്തിൽ നിൽക്കാൻ. യദ്യാഗച്ഛതി കോവാപി, ആര് വന്നാലും സവധ്യോമേന സംശയമില്ല, എനിക്ക് അവനെ കൊല്ലേണ്ടിരും. തഥപ്രാഹ മുനിം രാമോ ഏനവാത്വം വിസർജിത. എന്നിട്ട് പിന്നെ മുനിയോട് പറഞ്ഞു, എന്താ അങ്ങക്ക് പറയാനുള്ള വെച്ചാൽ പറയൂന്ന്. യത്തേ മനീഷിതം വാക്യം തദ്വദസ്വഹമാഗ്രത തഥപ്രാഹ മുനിർവാക്യം ശൃണു രാമ യഥാതഥം. അപ്പം മുനി രാമനോട് ഇപ്രകാരം പറഞ്ഞു എന്നാണ് ഇത് ഈ 3 ശ്ലോകത്തിൽ. ഇനി നമുക്ക് 22 ചെയ്യാം. ബ്രാഹ്മണ പ്രേഷിതോസ്മീശ, അല്ല സോറി, ബ്രഹ്മണ എന്നല്ല, ബ്രഹ്മണ പ്രേഷിതോസ്മീശ കാര്യാർത്ഥം തേന്തികം പ്രഭോ അഹം ഹി പൂർവജോ ദേവ തവ ഉത്ര പരന്തപ. ഈശ, ഹേ ഈശ്വര, അങ്ങനെയാണ് സംബോധന ചെയ്യണത് തന്നെ. ഈശ്വര എന്നാണ് ശ്രീരാമനെ. കാര്യാർത്ഥം, കാര്യത്തിനായിക്കൊണ്ട്, തേ അന്തികം, ഞാൻ അങ്ങയുടെ അടുത്ത്, ബ്രഹ്മണ പ്രേഷിത, ബ്രഹ്മാവാണ് എന്നെ അയച്ചത്. ബ്രഹ്മാവിനാൽ അയക്കപ്പെട്ടവനായിരിക്കുന്ന ദേവ പരന്തപ, ഹേ ദേവ, ഹേ പരന്തപ, അഹം ഹി, ഞാനാകട്ടെ, പൂർവജ തവ പുത്ര, ഞാൻ പൂർവം മുമ്പ് ജനിച്ച അങ്ങയുടെ പുത്രനാണ്. എന്താ പറഞ്ഞ വെച്ചാൽ അങ്ങനെയാണ് കേട്ടോ, തെറ്റാണ്. ഹേ ഈശ്വര, ഞാൻ അങ്ങയുടെ പൂർവജൻ എന്ന് പറഞ്ഞാൽ എന്താ, ആൻസസ്റ്റർ, മുമ്പത്തെ തലമുറ. ഞാൻ അങ്ങയുടെ പൂർവജനായിട്ടുള്ള പുത്രനാണ്. എന്നെ ഒരു പ്രത്യേക കാര്യത്തിനായിട്ട് ബ്രഹ്മാവ് എന്നെ അങ്ങയുടെ സമീപത്തേക്ക് എന്നെ അയച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതായത് ആദ്യം കാലം ഉണ്ടാക്കി, അതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ പൂർവജനാ പറഞ്ഞത്. പിന്നെ ഭഗവാനൊക്കെ ത്രേതായുഗത്തിലൊക്കെ അല്ലേ, അതായത് സൃഷ്ടി തുടങ്ങിയപ്പോൾ ആദ്യം കാലം സൃഷ്ടിച്ചു, കാലത്തിനെ സൃഷ്ടിച്ചു.
ഈ മഹാപ്രളയം കഴിഞ്ഞിട്ട് ഈ യോഗമായയിൽ അല്ല യോഗനിദ്രയിൽ കിടക്കുന്ന സമയത്ത് കാലവും എല്ലാം ഭഗവാനിൽ ലയിച്ചു പോയി, കാലമൊന്നുമില്ല. പക്ഷെ കാലം ഉണ്ടായാലല്ലേ പിന്നെ മുമ്പിലേക്ക് പോകുള്ളൂ ഓരോ ദിവസവും. അപ്പം ആദ്യം കാലത്തിനെ സൃഷ്ടിച്ചു, ആ കാലത്തിൻ്റെ നാഥനാണ് കാലൻ അല്ലേ. അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങയുടെ പൂർവജനെ. അപ്പം പറഞ്ഞു, നമ്മൾ നാരായണീയത്തിൽ കണ്ടുല്ലോ, കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ, പ്രഥമമായിട്ട് കാലാണ് ഉണ്ടായത്. അപ്പോൾ ഭാഗവതവാക്യത്തിലും നാരായണീയത്തിലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ പറഞ്ഞു, എന്നെ ബ്രഹ്മദേവൻ അങ്ങയുടെ സമീപത്തേക്ക് അയച്ചതാണ്, ഞാൻ അങ്ങയുടെ പൂർവജനായിട്ടുള്ള കാലനാണ്. അതുകൊണ്ടാണ് മുമ്പുണ്ടായ പുത്രൻ എന്ന് പറഞ്ഞത് ആദ്യം ഞാനാണല്ലോ ഉണ്ടായത്, കാലല്ലേ ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ കാലനാണെന്ന് അങ്ങോട്ട് തെളിച്ചു പറഞ്ഞു. അത്രയും പറഞ്ഞ് നമുക്ക് നിർത്താം ഇന്നിവിടെ. ബ്രഹ്മണ പ്രേഷിതോസ്മി, അല്ല വന്ന ആള് ഈ മഹാബല എന്നുള്ള മഹർഷിയുടെ ദൂതനൊന്നുമല്ല, കാലനാണ്. ബ്രഹ്മണ പ്രേഷിതോസ്മീശ കാര്യാർത്ഥം തേന്തികം പ്രഭോ അഹം ഹി പൂർവജോ ദേവ തവ പുത്ര പരന്തപ. ആക്ച്വലി ബ്രഹ്മാവിൻ്റെ ദൂതനാണ്. അങ്ങനെ പറഞ്ഞ് നമുക്ക് ഇന്നിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.